ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗഞ്ചം ബോക്കം തയ്യാറാക്കിയാലോ. പൊട്ടറ്റോ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെച്ച് തയ്യാറാക്കുന്ന ഒരു കൊറിയൻ ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഹോം മെയ്ഡ് റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് ഗഞ്ചം ബോക്കം തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസ് അറിയാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല തിൻ സ്ലൈസാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നീളത്തിന് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ നമ്മൾ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി മാറ്റം വരുത്താം. 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മുടെ വിഭവം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണ. ജിഞ്ചല്ലി ഓയിൽ. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ ക്യാരറ്റും സവോളയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. അപ്പം ജസ്റ്റ് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും വഴട്ടിയെടുക്കണം. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ അല്ലെങ്കിൽ മീഡിയത്തിൽ ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പ് കുറവായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ആക്ച്വലി ഇത് അത്ര നമ്മൾ ഒതൻറ്റിക്കായിട്ട് ചെയ്യുവാണെങ്കിൽ അത്ര സ്പൈസി ആയിട്ടല്ല ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് കുറച്ച് സ്പൈസി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 2-4 മിനിറ്റ് നമ്മൾ വഴട്ടിയെടുക്കുമ്പോൾ ഇത് വെന്ത് വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റും കൂടി ഇതൊന്ന് വഴട്ടാം. അപ്പോൾ നമ്മുടെ ഗഞ്ച ബോക്കം റെഡി ആയിട്ടുണ്ട്. സ്റ്റിർ ഫ്രൈഡ് പൊട്ടറ്റോയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗഞ്ചം ബോക്കം റെഡി ആയിട്ടുണ്ട്. സ്റ്റിർ ഫ്രൈഡ് പൊട്ടറ്റോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെയും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് കഴിക്കാവുന്നതാണ്. പൊട്ടറ്റോ കാർബോഹൈഡ്രേറ്റിൻ്റെ സോസാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ലഞ്ചിന് ഇത് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.